ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാണാവുന്നത് ഹസ്തിനപുരത്തിൽ അക്രൂരർ വന്നിട്ട് എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് ഭഗവാന്റെ വാണി അവരെ അറിയിക്കുന്നത്, തിരിച്ച് ഹസ്തിനപുരത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ ഭഗവാനെ അറിയിക്കുന്ന അധ്യായത്തിന്റെ കുറച്ച് ഭാഗമാണ് നമുക്കിന്ന് കാണാനുള്ളത്. അപ്പോൾ അക്രൂരർ ഹസ്തിനാപുരിയിൽ എത്തുന്ന ആ ഒരു സവിശേഷമായിട്ടുള്ള ആ ദൗത്യം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 49-ാം അധ്യായം 10-ാം സ്കന്ധം ഹസ്തിനാപുരത്തിൽ അക്രൂര ദൗത്യം എന്ന അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അക്രൂരൻ ഹസ്തിനപുരത്തിൽ ചെന്ന് ധൃതരാഷ്ട്രർ തന്റെ സോദരപുത്രരായ പാണ്ഡവരോട് കാട്ടുന്ന നീതിപൂർവമല്ലാത്ത പെരുമാറ്റം കണ്ടിട്ട് മധുരയിൽ മടങ്ങിയെത്തുന്നതാണ് ഈ അധ്യായത്തിലുടനീളം വർണ്ണിക്കുന്നത്. കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് അക്രൂരൻ ഹസ്തിനപുരത്തിലേക്ക് പോവുകയും കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയും ധൃതരാഷ്ട്രർ അവരെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നും മനസ്സിലാക്കാനാണ് അക്രൂരർ ഹസ്തിനപുരത്തിൽ എത്തിയത്. ഇതിനായി അക്രൂരന് അനേക മാസങ്ങൾ അവിടെ തങ്ങേണ്ടി വന്നു. പാണ്ഡവരുടെ സദ്ഗുണങ്ങൾ കണ്ട് അസൂയ പൂണ്ട കൗരവർ പല ദുഷ്ടമാർഗങ്ങളിലൂടെ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചതും തുടർന്നും ക്രൂരപ്രവൃത്തികൾക്ക് പദ്ധതിയിടുന്നതും വിതുരരും കുന്തിദേവിയും അക്രൂരോട് വിസ്തരിച്ച് പറഞ്ഞു. എന്റെ മാതാപിതാക്കളും കൃഷ്ണ ബലരാമന്മാരെ പോലുള്ള മറ്റു ബന്ധുക്കളും എന്നെയും മക്കളെയും കുറിച്ച് എപ്പോഴെങ്കിലും സ്മരിക്കുന്നുണ്ടോ? കുന്തിദേവി അക്രൂരരോട് ചോദിക്കുന്നു. കൃഷ്ണൻ ഞങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്നെങ്കിലും വന്നെത്തുമോ? കണ്ണീർ തുളുമ്പുന്ന കണ്ണുകളോടെ കുന്തിദേവി ആരാഞ്ഞു. എന്നിട്ടവർ ആത്മരക്ഷയ്ക്കായി കൃഷ്ണനാമങ്ങൾ ഉരുവിടാൻ തുടങ്ങി. കൃഷ്ണനിൽ ശരണം പ്രാപിക്കുന്നത് വ്യക്തമാക്കുന്ന മന്ത്രങ്ങളും കുന്തിദേവി ഉച്ചരിച്ചു. ഭവതിയുടെ പുത്രന്മാർ ധർമ്മദേവന്റെയും വായുദേവന്റെയും സന്താനങ്ങളാകയാൽ അവർക്ക് ദൗർഭാഗ്യം വന്നുപെടുമെന്ന് ഭയപ്പെടുകേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, വൈകാതെ തന്നെ അവർക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം കൈവരുകയും ചെയ്യും എന്ന് അക്രൂരർ കുന്തിദേവിക്ക് ഉറപ്പു നൽകുന്നു. അതിനുശേഷം അക്രൂരർ കൃഷ്ണ ബലരാമന്മാരുടെ സന്ദേശം ധൃതരാഷ്ട്രർക്ക് കൈമാറി. പാണ്ഡുവിന്റെ മരണാനന്തരം താങ്കൾ രാജസിംഹാസനം കയ്യേറിയിരിക്കുന്നു. രാജാവിന്റെ ധർമാനുസരണം ഏവരെയും തുല്യരായി കണ്ടുകൊണ്ട് എല്ലാ പ്രജകളെയും ബന്ധുക്കളെയും അങ്ങ് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്രകാരമുള്ള നീതിപൂർവമായ പെരുമാറ്റം കൊണ്ട് തീർച്ചയായും അങ്ങേക്ക് സൽകീർത്തിയും സൗഭാഗ്യവും നേടാനാകും. മറിച്ചാണ് പെരുമാറുന്നതെങ്കിൽ ഈ ജന്മത്തിൽ ദുഷ്കീർത്തിയും അടുത്ത ജന്മത്തിൽ നരകതുല്യമായ ജീവിതവുമായിരിക്കും ഫലം എന്ന് അക്രൂരർ ധൃതരാഷ്ട്രയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ജീവൻ ഒറ്റയ്ക്കാണ് ജനിക്കുന്നത്, മരിക്കുന്നതും അപ്രകാരം തന്നെ. സ്വന്തം പുണ്യപാപങ്ങളുടെ ഫലവും അവൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. തന്റെ സ്വരൂപാവസ്ഥ തിരിച്ചറിയാതിരിക്കുകയും തിന്മകൾ ചെയ്ത് സ്വന്തം സന്തതികളെ സംരക്ഷിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും നരകത്തിൽ പതിക്കും. അതിനാൽ ഒരുവൻ ഭൗതിക അസ്തിത്വത്തിന്റെ അസ്ഥിരത മനസ്സിലാക്കി പെരുമാറണം. ഇത് ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെ, മായാജാലക്കാരന്റെ ഇന്ദ്രജാലം പോലെ, ഭാവനാ സഞ്ചാരം പോലെ അസ്ഥിരം തന്നെയാണ്. ശാന്തിയും സമചിത്തതയും നേടാൻ മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം എന്ന് അക്രൂരർ ധൃതരാഷ്ട്രർക്ക് ഉപദേശം നൽകുന്നു. ഇതിന് ധൃതരാഷ്ട്രയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. അല്ലയോ അക്രൂര, അനശ്വരതയുടെ മധുര അമൃതം പോലുള്ള അങ്ങയുടെ ഗുണപ്രദമായ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് മതിയാകുന്നില്ല.
പക്ഷേ എനിക്ക് പുത്രന്മാരോടുള്ള സ്നേഹ കൂടുതൽ ആധിക്യത്താൽ എന്നെ ആ സ്നേഹപാശം മുറുകെ കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷപാതമായി പെരുമാറുകയും ചെയ്യുന്നു. അതിനാൽ താങ്കളുടെ പ്രസ്താവന എന്റെ മനസ്സിലേക്ക് ഉറയ്ക്കുന്നില്ല. പരമപുരുഷന്റെ പദ്ധതികളെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്നറിയാം. അദ്ദേഹം യദുവംശത്തിൽ വന്ന് അവതരിച്ചതിന്റെ ലക്ഷ്യം തീർച്ചയായും നിറവേറുക തന്നെ ചെയ്യും. ധൃതരാഷ്ട്ര മാനസികാവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കിയ അക്രൂരൻ പ്രിയ ബന്ധുമിത്രാദികളോട് യാത്രാ അനുമതി വാങ്ങി മധുരയിലേക്ക് മടങ്ങിച്ചെന്ന് കൃഷ്ണ ബലരാമന്മാരോട് സർവവും ഉണർത്തിക്കുന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് ഈ അധ്യായത്തിലെ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊരൽപ്പം വിശദമായിട്ട് നോക്കാം. ശ്ലോകം 1, 2 ഒരുമിച്ചാണ്. ശ്രീശുക ഉവാച സാഗത്വാ ഹസ്തിനാപുരം പൗരവേന്ദ്രയശോ അങ്കിതം ദദർശ ത്രിതാംബികേയം സഭീഷ്മം വിദുരം പൃഥാം സഹ പുത്രം ച ബാഹ്ലീകം ഭാരദ്വാജാം സ ഗൗതമം കർണം സുയോധനം ദ്രൗണീം പാണ്ഡവാൻ സുഹൃദോ പരാൻ. അതായത് ശുകദേവ ഗോസ്വാമി അരുളി ചെയ്തു, പൗരവ രാജാക്കന്മാരുടെ കീർത്തി കൊണ്ട് പ്രശസ്തിയാർജിച്ച ഹസ്തിനപുരത്തേക്ക് അക്രൂരൻ പോയി. അവിടെ ധൃതരാഷ്ട്രർ, ഭീഷ്മർ, വിദുരർ, കുന്തി എന്നിവരെയും ബാഹ്ലീക രാജാവിനെയും പുത്രൻ സോമദത്തനെയും സന്ദർശിക്കുന്നു. ദ്രോണാചാര്യർ, കൃപാചാര്യർ, കർണൻ, ദുര്യോധനൻ, അശ്വത്ഥമാവ്, പാണ്ഡവർ, മറ്റ് ആത്മമിത്രങ്ങൾ എന്നിവരെയും അക്രൂരൻ സന്ധിക്കുകയുണ്ടായി. ശ്ലോകം 3 നോക്കാം. യഥാ വധുപസംഗമ്യ ബന്ധുഭിർഗാന്ധിനീ സുധാ സംപൃഷ്ടസ്തൈ സുഹൃദ്വാർത്താം സ്വയം ചാപൃച്ഛദാവയം. അതായത് ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടിയ ഗാന്ധിനി സുതനായ അക്രൂരൻ അവരെ വണങ്ങിയപ്പോൾ അവർ അദ്ദേഹത്തോട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കുശലം ആരാഞ്ഞു. പകരം അക്രൂരനും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ശ്ലോകം 4 നോക്കാം. ഉവാസ കതിചിന്മാസാൻ രാജ്ഞോ വൃത്ത വിവിത്സയാ ദുഷ്പ്രജസ്യാൽപസാരസ്യ ഖലഛന്ദാനുവർത്തിന. അതായത് ദുഷ്ടന്മാരായ പുത്രന്മാരും ദുരാചാരികളായ ഉപദേഷ്ടാക്കളുടെ ചാപല്യങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കുന്നവനും ദുർബല ഹൃദയനുമായ രാജാവിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനായി അദ്ദേഹം കുറെ മാസങ്ങൾ ഹസ്തിനപുരത്തിൽ തങ്ങി. ശ്ലോകം 5 മുതൽ 6 വരെ ഒരുമിച്ചാണ് നോക്കാം. തേജ ഓജോബലം വീര്യം പ്രശ്രയാദീംശ്ച സദ്ഗുണാൻ പ്രജാനുരാഗം പാർത്തേഷു നാസഹദ്ഭിചികീർഷിതം കൃതം ചാദാർത്തരാഷ്ട്രായർ യദ്ഗരധാന്യദ്യപേശലം ആചക്ലൗ സർവമേവാസ്മൈ പൃഥാ വിദുര ഏവ ച. അതായത് കുന്തി പുത്രന്മാരുടെ വൻ സ്വാധീന ശക്തി, യുദ്ധവൈദഗ്ധ്യം, ശാരീരിക ബലം, ധൈര്യം, വിനയം തുടങ്ങിയ മഹാഗുണങ്ങളും പൗരന്മാർക്ക് അവരോടുള്ള അഗാധ വാത്സല്യവും കണ്ട് സഹിക്കാൻ വയ്യാത്തായ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ദുരുദ്ദേശങ്ങൾ കുന്തിയും വിദുരരും അക്രൂരരോട് വിസ്തരിച്ചു പറഞ്ഞു. ധൃതരാഷ്ട്രപുത്രർ പാണ്ഡവർക്ക് വിഷം കൊടുക്കുവാൻ ശ്രമിച്ചതും മറ്റു ഗൂഢാലോചനകൾ നടത്തിയതിനെ കുറിച്ചും കുന്തിയും വിദുരരും അക്രൂരരോട് പറഞ്ഞു. ശ്ലോകം 7 നോക്കാം. പൃഥാ തു ഭ്രാതരം പ്രാപ്തം അക്രൂരം ഉപസ്ഥിതം ഉവാച ജന്മനിലയം സ്മരന്ത്യ ശൃഗലക്ഷണ. അതായത് സഹോദരനായ അക്രൂരന്റെ സന്ദർശനം പ്രയോജനപ്പെടുത്തി കുന്തി ദേവി അദ്ദേഹത്തെ രഹസ്യമായി ചെന്നു കണ്ടു. തന്റെ ജന്മദേശത്തെ സ്മരിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവർ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 8 നോക്കാം. അഭിസ്മരന്തിന സൗമ്യ പിതരൗ ഭ്രാതരശ്ച മേ ഭഗിന്യോ ഭ്രാതൃപുത്രാശ്ച രാമയ സഖ്യയേവ ച. കുന്തിദേവി പറഞ്ഞു, ഹേ സൗമ്യശീല, എന്റെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും അനന്തരവന്മാരും കുടുംബത്തിലെ നാരീജനങ്ങളും ബാല്യകാല സഖികളും ഞങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണ് കുന്തിദേവി ചോദിക്കുന്നത്. ശ്ലോകം 9 നോക്കാം. ഭ്രാത്രയോ ഭഗവാൻ കൃഷ്ണ ശരണ്യോ ഭക്തവത്സല പൈതൃശ്വശ്രേയാൻ സ്മരതി
രാമശ്ചാംബുരുഹേക്ഷണ. അങ്ങനെ ഭക്തവത്സലനും ഭക്തന്മാരുടെ ആശ്രയവുമായ എന്റെ മരുമകനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ അമ്മായിയുടെ പുത്രന്മാരെ ഓർക്കുന്നുണ്ടോ? അരവിന്ദ നയനനായ രാമനും അവരെ ഓർക്കുന്നുണ്ടോ? അപ്പൊ കുന്തിദേവി ചോദിക്കാണ് അക്രൂരരോട്, എന്നെയും എന്റെ മക്കളെയും പറ്റി കൃഷ്ണ ബലരാമന്മാർ അന്വേഷിക്കുന്നുണ്ടോ അക്രൂരരെ എന്നാണ് ചോദിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.